കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഗോപീഷ്ണ, ഇതേതായി പുതിയ അവതാരം? എനിക്കറിയില്ല, ഞാനും ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനത്തിനെ കാണുന്നു. നിങ്ങളെന്താ ആളെ കളിയാക്കുക? ചോദിച്ചത് കേട്ടില്ലേ? വെറുതെ പണി ഉണ്ടാക്കിയോക്കല്ലേ? അയ്യോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കണം, എന്നാലേ തുരുമ്പൊടിക്കായിരിക്കും. മാണിക്കനവിടെ മാണിക്കേട്ടൻ പുറത്തു പോയിരിക്കുക. എന്നാലേ പോയി വിളിച്ചോണ്ട് വാ. അതെന്റെ ജോലിയല്ല. പിന്നെ എന്താണാവോ നിന്റെ ജോലി? അതാദ്യം കേക്കട്ടെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അതാദ്യം പറയും. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയണം. ആ, എന്നാ മര്യാദക്ക് പോയി മാണിക്കനെ വിളിച്ചോണ്ട് വാ. എന്താടാ, പറ്റില്ല നിനക്ക്? ഞാൻ താഴെ ഇറക്കിയാലേ എനിക്ക് മാണിക്കേട്ടനെ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റൂ. ആ, ഇത് കയ്യിൽ വെച്ചോ, പോകുന്ന വഴിക്ക് വല്ല ആവശ്യം വന്ന് ഉപയോഗിക്കാം. നിന്ന് സമയം കളയാതെ പോയി മാണിക്കനെ വിളിച്ചോണ്ട് വാടാ. ആര് വന്നൊന്ന് പറയണം. ഒറ്റ ചവിട്ട് വെച്ചോ, പന്ത് പോലെ ഉണ്ട് പോവും. പോയി പറഞ്ഞോടാ. പേടിപ്പിക്കാൻ നോക്കല്ലേ? ഇവൻ മാണിക്കേട്ടൻ നിന്നൊക്കെ കാണിച്ചിടണം. അപ്പൊ നിങ്ങളിനി തിങ്കളാഴ്ച മടങ്ങുന്നുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെയാ. ആരാരോ ആരിരാരോ അച്ഛന്റെ മോൻ. സാറുമാരായിരുന്നോ? ഇവൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ഇതേതാടാ ഈ പുതിയ സാധനം? ഇതോ സെക്യൂരിറ്റി ഗാർഡിന്റെ സാമ്പിൾ ടിന്ന്. രാത്രിയിൽ ചില തേങ്ങ മോഷണക്കാരൊക്കെ ഇറങ്ങിണ്ടേ, അവരെ പിടിക്കാൻ വേണ്ടിട്ടാ. ആള് തന്നെ വല്ല മണ്ടരി ബാധിച്ച തേങ്ങയാണെന്ന് കരുതി ആ കള്ളന്മാരെടുത്ത് വലിച്ചെറിയാതിരുന്ന ഇവൻ എത്ര ഉള്ളെങ്കിലും ആള് ജഗജഗ ഇല്ലാടിയാ. ഇവൻ ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ തേങ്ങ പോലും കളവ് പോയിട്ടില്ല. എന്നാ പിന്നെ ഇവൻ തന്നെ ആയിരിക്കും മുമ്പ് മോഷണം നടത്തിയിട്ടുണ്ടാവുക. വേണ്ട. സാറൊരു മുന്നറിയിപ്പില്ലാതെ. ഹൈ, ഇതിനിടയ്ക്ക് ഗോപി സാറ് കല്യാണം കഴിച്ചോ? നിന്നോട് പറയാതെ ഞാൻ കല്യാണം കഴിക്കൂടാ മാണിക്ക. എന്നാ പിന്നെ രാജേന്ദ്രൻ സാറിന്റെ. അയ്യോ, എനിക്ക് ഈ രക്തത്തിൽ ഒരു പങ്കുമില്ല. നമ്മൾ വെറും ഒരു സാരഥിയാണേ. പിന്നെ താരാ? അതൊക്കെ പിന്നെ പറയാടാ. നീ ആദ്യം ആ വണ്ടി ഒന്ന് പെട്ടിയൊക്കെ എടുത്ത് മുറിയിൽ. അതായിരിക്കും നല്ലത്. പോകുമ്പതായി പൊടിക്കുപ്പി എടുത്തോണ്ട് പോ. നീ ആ കത്തിയെടുത്ത് ഉറലിക്കിട്ടെ, അല്ലെ നിന്നെടുത്താലിക്കട്ടെ ഞാൻ. എന്നാ പിന്നെ ഞാനും ഇറങ്ങാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ദുരഭിമാനമൊന്നും വേണ്ട കേട്ടോ. സുഹൃത്താണെന്ന് കരുതി ബുദ്ധിമുട്ടിക്കുന്നതിനും ഇല്ലടോ ഒരു പരിധിയൊക്കെ. ഇപ്പൊ തന്നെ തന്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ താൻ ഇവിടം വരെ ഞങ്ങളെ കൊണ്ടുവിട്ടത്. അത് തന്നെ വലിയ ഉപകാരം. അതൊക്കെ പോട്ടെ. ഏതായാലും കവിത രചിക്കാൻ പറ്റിയ മൂടായിരിക്കും. നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോട്ടെ. എന്താ ഇവിടെ നിക്കണേ? ഞാൻ വെറുതെ ഇങ്ങനെ നിന്നതാ. കുട്ടിയുടെ കണ്ണൊക്കെ ചോന്നുണ്ടല്ലോ, കരയായിരുന്നോ? ഇല്ല, മാണിക്കന് തോന്നുന്നതാ. എന്തിനാ വെറുതെ നുണ പറയണേ? സാറ് വല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ കുട്ടി കരയില്ലല്ലോ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അത് മൂപ്പരുടെ സ്വഭാവാ. ഒരു കാര്യം എനിക്ക് തീർച്ചയായും, കുട്ടിയോട് സാറിന് വലിയ സ്നേഹമുണ്ട്. സ്നേഹമുള്ളവരെ സാറ് ചീത്ത പറയാറ്. എന്റെ മുതലാളി ജോൺ സാറായിട്ട് എന്തോരം വഴക്കിട്ടുണ്ടെന്ന് അറിയോ? ഒരു 10-15 മിനിറ്റ് മൂപ്പരുടെ പണക്കം തീരും. പിന്നെ സാറ് സോറി പറച്ചിലായി. കുട്ടി ഇതോർത്തോണ്ട് വിഷമിച്ച് തെങ്ങിന്റെ ചോട്ടിൽ നിന്നാലേ തേങ്ങ വീണ് തല ചീത്താവും. എന്റെ കൂടെ അടുക്കളയിലോട്ട് വായും. നമുക്കിതെല്ലാം കൂടി ഒരു വിറങ്ങിൽ വിറങ്ങാം. വാ, പടവലം കണ്ടൊരു നീളേ. എന്തിനാ എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ കരയണേ? എന്നെ സങ്കടപ്പെടുത്താനാ? കുടിച്ചില്ലെങ്കിൽ അല്ലത് ആര്? സാറെന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടാ? അല്ല, ഞാൻ മാണിക്കന്റെ അമ്മയൊന്ന് കാണാൻ വന്നതാ. അമ്മേ, ഇത് ആരാണെന്നറിയോ? കുട്ടി, ഞാൻ പറയാറില്ലേ, ഗീതാഞ്ജലി കുട്ടി. അമ്മയെ കാണാൻ വന്നതാ. ആര് വന്നാലും ഇങ്ങനെയാ, അപ്പ കരയാൻ തുടങ്ങും. കണ്ണീരിനൊരു ക്ഷാമില്ലാത്തോണ്ടാ. പിന്നെയും തുടങ്ങി കരച്ചില്. ഇന്ന് ഞാനിവിടെ കൊല്ലും. എന്റെ ഗതി ഈ നാട്ടിലൊരു ഭർത്താവിന് ഉണ്ടാകരുത്. എന്താ പ്രശ്നം കുമാരേട്ടാ? എന്താ പ്രശ്നമോ? ഇന്നലെ രാത്രി ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടോ? ഡ്രൈവിംഗ് സ്കൂള് അത് ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴേ എന്റെ വീടിന്റെ മുമ്പിൽ കിടന്ന് ഒരുത്തർ ആരാണെന്ന് ഞാൻ ഈ നിക്കണവൻ എന്റെ ഭാര്യയുടെ മുറിയിൽ വന്ന് മുട്ടി വിളിച്ചിട്ട് പറയണേ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞതെന്നാ? നാളെ ഇവൻ കറക്കാൻ വരൂല. അത് എന്റെ മോള് പ്രസവിച്ച് കിടക്കുകയാണെന്ന്. പ്രസവിച്ചെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ?
പ്രസവിക്കാത്ത എന്റെ ഭാര്യയോട് അളിയന്റെ മോള് പ്രസവിച്ചു എന്ന് ഇവന് പറയാൻ കൊള്ളാമോ? അത് പാതിരാത്രിയിൽ ആരെങ്കിലും ഇയാളെ പിടിച്ചിട്ട് അങ്ങനെ നീ എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിതിലും വൃത്തിയായിട്ടൊരു മുഖം കൂടിയുണ്ട്. അത് നീ എന്നെ കൊണ്ട് കാണും. എനിക്ക് വസൂരി വന്നപ്പോഴത്തെ വൃത്തികെട്ട ഫോട്ടോ കണ്ടോ? കാണാ എന്താ ഇത്? പൊട്ടകുമാരാ ബലം പിടിക്കാതെ വേഗം ചൊരത്തടി മോളെ. എന്നാ നിനക്ക് സുഖാവും, എനിക്ക് എന്റെ പണി എളുപ്പമാവും. എന്താ നിനക്കതങ്ങ് പിടിച്ചില്ലേ? അങ്ങനെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോവല്ലേ? നിന്നെക്കാൾ കേമിയായിരുന്നു മലക്കിരാമണി. ആരെ കൊണ്ടുള്ള തൊടിക്കില്ല, ചവിട്ടും തൊഴിൽ തന്നെ. പക്ഷെ കുട്ടന്റെ കൈയും തൊട്ടപ്പോ അവളങ്ങ് അടങ്ങി. നിന്നെക്കാൾ നല്ല ചന്ത അവളെ കാണാൻ. സ്നേഹത്തോടെ കുട്ടൻ തൊട്ടോന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ കണ്ണം കാത്ത് നിൽക്കുക. അവള് എന്നെ കണ്ട ഉടനെ അവള് കുട്ടാ എന്നൊരു വിളിയുണ്ട്. നിനക്കും എന്നെ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ലടി. പറ്റാറായെന്നാ തോന്നുന്നത്. നീ എന്താടാ പറഞ്ഞേ? അല്ല, ഞാൻ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ചവിട്ടും തൊഴിൽ തുടങ്ങിയിട്ട് കുറെ നേരമായി. ദേ കണ്ടില്ലേ, പാല് മുഴുവൻ തട്ടി എന്റെ ശരീരത്തേക്കായിട്ടത്. ചവിട്ടിക്കറായെന്നാ തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ ശങ്കരേട്ടൻ ബ്ലോക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോയത്? അത് ശരിയായിട്ടുണ്ടാവൂല. എല്ലാവർക്കും എപ്പോഴും ഏക്കണമെന്നില്ലല്ലോ. ലേഖ വിജയിച്ചേ. കുട്ടൻ കിണുങ്ങാതെ പോ. എന്നാലും നമ്മുടെ കുമാരന്റെ കാര്യം വലിയ കഷ്ടമായി പോയല്ലേ. നിനക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലേ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോടാ. അല്ല പിന്നെ ഇവർക്കും പകർന്നെന്നാ തോന്നുന്നത് ഭ്രാന്ത്. ചെറുക്കനും പെണ്ണിനും വല്ലതും സംസാരിക്കാൻ ഉണ്ടെങ്കിലേ ആയിക്കോട്ടെ. അല്ലേ വിലാസി? വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താടാ രാജേന്ദ്രൻ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതിനിങ്ങനെയാണോടാ കാണിക്കുക? പിന്നെ ഞാൻ എങ്ങനെ കാണിക്കണമെന്നാ? അതിനെന്തെല്ലാം വഴികൾ കിടക്കണു. ഇതിപ്പോ അന്തത്തുള്ള ഒരു തറവാട്ടി കയറി വന്ന് അവരെ അവമാനിച്ചതിന് തുല്യമായില്ലേ? എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഇത് നടക്കില്ല, അത്ര തന്നെ. എടാ രാജേന്ദ്ര, കാര്യം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് പോടാ. എടാ അവിടെ നിന്നേ, നിനക്ക് ഇതും പറഞ്ഞങ്ങ് പോയാ മതി. ഈ നാട്ടിൽ ജീവിക്കേണ്ടത് ഞാനാ. നിന്റെ എത്ര കാശില്ലെങ്കിലും എനിക്കുണ്ട് അന്തസ്സും അഭിമാനം. എടാ എന്തുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. അമ്മാവ, ആ പെണ്ണ് പിഴയാ. തോന്നിയാസം പറഞ്ഞല്ലോ. തോന്നിയാസം ഒന്നുമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. മറ്റൊരാളുടെ ഉച്ചം നിന്നാൻ എനിക്ക് വയ്യ. സത്യമാണോടാ നീ പറയുന്നത്? എനിക്ക് അമ്മാവനോട് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം. വേണ്ട അമ്മാവ, വിട്ടേക്ക്. അങ്ങനെ വിട്ടാ പറ്റില്ല. വിലാസിനിയമ്മ തെറ്റിദ്ധരിക്കരുത്. കുട്ടിയെ കുറിച്ച് ഇവന് ചില സംശയങ്ങളുണ്ട്. എന്റെ മോളെ കുറിച്ച് എന്ത് സംശയം തനിക്കുള്ളത്? എന്താന്ന് വെച്ചാൽ തുറന്നങ്ങോട്ട് പറയടാ. അല്ല, അത് പിന്നെ എന്താടാ നിന്ന് പരുങ്ങുന്നത്? നിന്റെ നാവിറങ്ങി പോയോ? അതിപ്പോ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ഈ കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം എന്ത് അപരാധമാണോ എന്റെ മോള് ചെയ്തത്? അത് ഞാനായിട്ട് പറയണില്ല. നിങ്ങളുടെ മോളെ വിളിക്കേ. എന്റെ മോളെ വിളിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. തനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ട് പോടോ. വിലാസിയമ്മ അങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഞങ്ങള്. എന്തെങ്കിലും ഇല്ലാതെ രാജേന്ദ്രൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് എനിക്ക് നല്ല നിശ്ചയ. ഗീതാഞ്ജലി, നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടവരാ. എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാനൊന്നും എന്നെ കൊണ്ടാവില്ല. അതല്ല, മനഃപൂർവ്വം രാജേന്ദ്രൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞ ഞാൻ എന്റെ പെങ്ങളെ അളിയിലേക്ക് അങ്ങ് മറക്കും. അതാ എന്റെ സ്വഭാവം. കാര്യങ്ങൾ എപ്പോഴും സത്യമായിരിക്കണം. അമ്മ വിളിച്ചോ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ. അങ്ങനെ ആരും തെറ്റപ്പാട്ട് വന്നിട്ട് ഞെളിഞ്ഞു പോണ്ട. കുട്ടിക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. താൻ വളച്ചു കെട്ടാതെ കാര്യം പറയടോ. നിങ്ങളുടെ മകളെയും അവളുടെ കാമുകനെയും ജോൺ വർഗീസിന്റെ ബംഗ്ലാവിൽ കൊണ്ട് വിട്ടവനായി ഞാൻ. അവന്റെ കൂടെ 3 ദിവസം താമസിച്ചോളായി നിൽക്കുന്നവള്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വല്ലതും പറയണോ? ഇതിനുത്തരം പറയടി. പോയോ നീ?
പോയൊന്ന് ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ചോദിച്ചാ പോരെ, തല്ലലും കൊല്ലലൊക്കെ ഞങ്ങൾ പോയിട്ട് മതി. സാക്ഷി പറയാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. നീയല്ലടാ മാണിക്കൻ? അതെ സാറേ. നീ ആരടാ ഇവിടുത്തെ ദാതയോ? അയ്യോ സാറേ, ഞാനൊരു പാവാ. എന്താ സാറേ കാര്യം? കാര്യമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയടാ. പിടിച്ചു കയറണവനെ. എന്റെ അമ്മയ്ക്കൊന്ന് കൊടുത്തോട്ടെ. അവന്റെ അമ്മയുടെ ഒരു മരുന്ന്. ഞാൻ പറയണത് കേൾക്ക്. നടക്കടാ അങ്ങോട്ട്. ഞാനൊന്നും സാറേ, ഞാനൊന്ന് പറയട്ടെ. അയ്യോ സാറേ, എന്റെ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതാ. ഞാൻ ആ മരുന്നൊന്ന് കൊടുത്തോട്ടെ. ഇനി എന്നെ തല്ലരുത് സാർ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളടാ. നിന്നെ പോലെ ഒരു റൗഡിയെ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചേക്കില്ല ഞാൻ. കഴിവാടാ മോനെ, നീ ഇവിടെ തുപ്പു അല്ലടാ. എന്റെ സാറേ ഒന്ന് നിർത്താൻ പറ. VI സാറിന് കലിയേറി നിൽക്കുക. അവസാനം ലോക്കപ്പ് മരണത്തിന് ഉത്തരം പറയേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കണം. ഇയാളുടെ പണി നോക്കിയാൽ മതി. കണ്ടില്ലേ? മതി. ഇനി എന്നെ തൊട്ടുപോലും നീ എന്ത് ചെയ്യടാ? എന്നെ അങ്ങ് കൊന്നേക്കണം. ജീവനോടെ പുറത്തു വിട്ടാ സാറ് പിന്നെ രണ്ടു കാലിൽ നടക്കില്ല. തല്ലി ഓടിക്കും ഞാൻ. മാണിക്യം വരാതെ എങ്ങനെയാ? അതേ ശരിയാ. അതാ മാണിക്യം വരുന്നുണ്ട്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്ന ആരുണ്ടാവാന്ന് ഓർത്ത്. ഇപ്പഴെനിക്ക് സമാധാനായി. ചന്ദ്രേട്ടാ, അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തോ? മാണിക്ക നീ എന്റെ കാര്യം വിട്. മാണിക്ക, നീ അത്തേക്കല്ലേ? ശരിയാ, ഈ പോലീസുകാരുടെ ഒച്ചയും മകളും കണ്ടപ്പോ പേടിച്ചിണ്ടാവും പാവം. അമ്മേ